സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളുടെ ബൈബിൾ തുറന്നിട്ട് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവർ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ. ശ്രദ്ധിക്കുക, ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഇനിയും നിങ്ങൾ മനുഷ്യരുടെ മോഹങ്ങൾക്ക് അനുസരിച്ച് അല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ഈ ദിവസം നാം തീരുമാനം എടുക്കേണ്ടതാണ്. മനുഷ്യരുടെ മോഹങ്ങൾക്കനുസരിച്ച് നടക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കേണ്ടതാണ്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നടക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് നടക്കേണ്ടതാണ്. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളും അല്ല എന്നു യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്ന് ഇരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്ന് ഇരിക്കുന്നു. നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്തേക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിന്തകൾ നാം കാണുന്ന പരിധിക്കുള്ളിൽ മാത്രമാണ് നമ്മുടെ ഇഷ്ടങ്ങളും. എന്നാൽ ദൈവത്തിൻ്റെ വിചാരങ്ങൾ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഉന്നതമായ വിചാരങ്ങൾ ആകുന്നു. കണ്ണു കാണാത്തതായ, ചെവി കേൾക്കാത്തതായ, ആരുടെ മനസ്സിൽ തോന്നാത്തതുമായ വിചാരങ്ങൾ നമ്മെക്കുറിച്ച് ദൈവത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. ഈ പുതിയ വർഷത്തിൽ നിന്റെ വിചാരങ്ങൾ ഉപേക്ഷിച്ചിട്ട്, നിന്റെ പ്ലാൻസ് ഉപേക്ഷിച്ചിട്ട്, നിന്റേതായ ലക്ഷ്യവും നിന്റേതായ മാർഗവും വിട്ടുകളഞ്ഞിട്ട്, കർത്താവേ, എനിക്ക് വേണ്ടി നീ വിചാരിക്കുന്നത് എന്താണ്, അതറിയിക്കൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അബ്രഹാം ദൈവത്തെ അനുഗ്രഹിച്ചപ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെടുകയുണ്ടായി. അതുപോലെ അബ്രഹാമിനോടൊപ്പം ലോത്തിന്റെ ജീവിതത്തിലും അനുഗ്രഹമുണ്ടാകാനിടയായി. അവർ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, അവർക്ക് ഒരുമിച്ച് ആയിരിക്കുവാൻ കഴിയാത്തവണ്ണം അവരുടെ കൃഷിയും ഫലങ്ങളും അവരുടെ ആടുകളും മാടുകളും അവരുടെ പണിക്കാരുമെല്ലാം വർദ്ധിക്കുവാനും ഇടയായി. അതുകൊണ്ട് അവർ വേർപിരിഞ്ഞു പോകാൻ തീരുമാനിച്ചപ്പോൾ അബ്രഹാം അത് അംഗീകരിച്ചു. ലോത്ത് കണ്ണുകൾ ഉയർത്തി നോക്കി. അങ്ങനെ നോക്കിയ സമയത്ത് അതാ സോദോം ഗൊമോറ, വളരെ മനോഹരമായിട്ട് കൺചിമ്മുന്നതായ പ്രകാശങ്ങൾ. വലിയൊരു പട്ടണമാണത്, സിറ്റിയാണ്. ട്വിൻ സിറ്റീസാണ് സോദോമും ഗൊമോറയും, ഹൈദരാബാദും സെക്കൻഡറാബാദും എന്ന പോലെ. നിങ്ങൾ ഫ്ലൈറ്റിൽ ഇറങ്ങുന്ന സമയത്ത് ഈ പട്ടണങ്ങൾ നോക്കേണ്ടതാണ്. നമ്മുടെ ചെന്നൈ ആകട്ടെ, ഡൽഹി ആകട്ടെ, ഹൈദരാബാദ് ആകട്ടെ, ബാംഗ്ലൂർ ആകട്ടെ, അതുപോലെ മറ്റ് രാജ്യങ്ങളിലെ പട്ടണങ്ങൾ ആകട്ടെ, അങ്ങനെ താഴോട്ട് നോക്കുന്ന സമയത്ത് അതെത്ര മനോഹരമായിരിക്കുമെന്നറിയാമോ? എത്ര ലൈറ്റുകളെല്ലാം മിന്നിത്തിളങ്ങി വളരെ ആകർഷണീയമായിരിക്കും. ഇത്രയും കാലം മരുഭൂമിയിലായിരുന്നു ജീവിച്ചത്. ഇത്രയും കാലം എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാതെ അബ്രഹാമിനെ പിന്തുടർന്ന് പോയി. ഇനിയെങ്കിലും എനിക്ക് ജീവിതത്തിൽ സെറ്റിലായി പോകേണ്ടതുണ്ട്. അങ്ങനെ കണ്ണുയർത്ത് നോക്കിയിട്ട് അത് വളരെ നല്ലതാണ്, ആ പട്ടണങ്ങൾ വളരെ നല്ലതാണ് എന്ന് വിചാരിച്ച് സൊദോം ഗൊമോറയിൽ പോകാൻ ആഗ്രഹിച്ചു. ലോത്തിനെ പോലെ ഇന്ന് അനേകർ ലോകത്തെ സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യരുടെ ആശകൾ, മനുഷ്യന്റെ ആശ എന്താണ്? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും. ഈയിടയ്ക്ക് ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, ശരീരം എല്ലായ്പ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഒരു വിധത്തിലുള്ള ആഗ്രഹം, ഒരു വിധത്തിലുള്ള മോഹം. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, തിന്നുന്നതിന്, കുടിക്കുന്നതിന്, ആസ്വദിക്കുന്നതിന്, സെക്സ്, അതുപോലെ ഉറക്കം.
ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾ എങ്ങനെയെങ്കിലും നിറവേറ്റണം. ഏതെങ്കിലും രീതിയിൽ, കുറുക്കു വഴികളിലൂടെ, കൃത്രിമമായിട്ട്, ഏതു വിധേനയും ശരീരമോഹങ്ങൾ വർദ്ധിച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ തങ്ങളുടെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അശുദ്ധമായ ദൃശ്യങ്ങൾ കാണുന്നു, അശുദ്ധമായ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തുന്നു, അശുദ്ധമായതായ ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ സംതൃപ്തി ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ഓടിക്കൊണ്ടേയിരിക്കുന്നത് മനുഷ്യന്റെ ആഗ്രഹമാണ്. അത് ജഡത്തിന്റെ മോഹമാണ്. കഴിക്കണം, കുടിക്കണം, ഉറങ്ങണം, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ആശയാണ്. ആ മനുഷ്യന്റെ ആശകൾ നാം വിട്ടുകളയേണ്ടതാണ്. കർത്താവിന്റെ അടുക്കിലേക്ക് നാം വരുന്ന സമയത്ത്, ലോത്ത് അബ്രഹാമിന്റെ കൂടെ ആയിരുന്നപ്പോൾ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ കൂടെ ആയിരുന്നപ്പോൾ, തൻ്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവൻ അന്വേഷിക്കുവാൻ പോയില്ല. നിന്റെ ദേശത്തെ വിട്ടുപിരിഞ്ഞ്, നിന്റെ സ്വന്തക്കാരെ വിട്ടുപിരിഞ്ഞ് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വരാൻ പറഞ്ഞപ്പോൾ, അബ്രഹാം അതനുസരിച്ചപ്പോൾ എത്രയോ അനുഗ്രഹമാണ് അവൻ്റെ ജീവിതത്തിൽ വന്നത്. അതെല്ലാം കൺമുൻപിൽ കണ്ടതായ ലോത്ത് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കാതെ ലോകപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിച്ചു. ഇന്ന് വിശ്വാസികളായിരിക്കുന്ന അനേക വ്യക്തികളും ഒന്നുമില്ലാതിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നു, ദാരിദ്ര്യമുണ്ടായിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ അടുക്കൽ വന്നു, കഷ്ടതയുണ്ടായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നു, ഞെരുക്കവും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. കർത്താവിനെ അന്വേഷിച്ചു വന്നപ്പോൾ അവൻ്റെ വചനപ്രകാരം അവർ വിശ്വസിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാനിടയായി. ഇത് നാം സാധാരണ കാണുന്നതായ കാര്യമാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ശേഷം, നന്മ പ്രാപിച്ചതിന് ശേഷം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എന്നെ എല്ലാവരും സ്നേഹിക്കണം, എനിക്ക് സ്ഥാനം നൽകണം, ഇത് മനുഷ്യന്റെ ആഗ്രഹമാണ്. ഈ പുതിയ സംവത്സരത്തിൽ മനുഷ്യന്റെ ആലോചനകൾ വിട്ടുകളയണം. ദൈവത്തിന്റെ വിചാരങ്ങൾ നാം മനസ്സിലാക്കണം. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം വായിക്കുന്നു: കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞക്കുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹ ആരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി എന്ന ദൈവവചനം പറയുന്നു. കാമാർത്തികൾ, മോഹങ്ങൾ, മദ്യപാനം, വെറിക്കൂത്തുകൾ, അതുപോലെ വിഗ്രഹ ആരാധന, ഇങ്ങനെയെല്ലാം ചെയ്ത് നടന്നത് മതിയാക്കൂ. ഇതാണ് ലോകത്തിൽ മനുഷ്യന്റെ ഇഷ്ടം. ഇതാണ് ലോകത്തിൽ മനുഷ്യന് രസമായിരിക്കുന്നത്. ഇതിലൂടെയാണ് മനുഷ്യൻ സംതൃപ്തി കണ്ടെത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, സന്തോഷം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്. വെറിക്കൂത്തുകളിലൂടെ രാത്രി സമയത്ത് മദ്യപിച്ചിട്ട് 4-5 യൗവനക്കാർ ഒരു കാറിൽ വളരെ വേഗത്തിൽ പോകുന്ന സമയത്ത് ഡിവൈഡറിൽ ഇടിച്ചിട്ട് ആ തൽക്ഷണം മരിച്ചു പോകുവാനിടയായി. അതാണവർക്ക് ഹാപ്പി ന്യൂ ഇയർ. അവർ വളരെ സ്പീഡിൽ, ഇന്നുള്ള മനുഷ്യർ അങ്ങനെയാണ്, എന്ത് കാര്യവും വളരെ വേഗത്തിൽ നടക്കണം, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കണം. അത് വാഹനത്തിന്റെ കാര്യമാകട്ടെ, തീരുമാനമെടുക്കുന്ന കാര്യമാകട്ടെ, ഒന്ന് നിന്ന് ചിന്തിക്കാതെ തൽക്ഷണം തന്നെ നേടുവാൻ വേണ്ടി, ഒന്ന് നിന്നിട്ട് ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കാതെ മനുഷ്യർ തന്ത്രപ്പാട്ടെടുക്കുകയാണ്, വെപ്രാളപ്പെടുകയാണ്. വെറിക്കൂത്തുകൾ, അത്യാഗ്രഹങ്ങൾ. മനുഷ്യന് അത്യാഗ്രഹമാണ്. അടുത്തുള്ളവനെ പോലെ ജീവിക്കണമെന്ന ആഗ്രഹം, കൂടുതൽ സമ്പാദിക്കണമെന്ന ആഗ്രഹം, കുറുക്കുവഴിയിലൂടെ സമ്പാദിക്കുവാനുള്ള ആഗ്രഹം, കൈക്കൂലി വാങ്ങി സമ്പാദിക്കുവാനുള്ള ആഗ്രഹം, മറ്റുള്ളവനെ പറ്റിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും സമ്പാദിക്കണമെന്ന്. ഇത് ലോകത്തിലുള്ളതായ ആഗ്രഹങ്ങളാണ്. മദ്യപാനം. ഈ കാലത്ത് മദ്യപാനം എത്രമാത്രം വ്യാപിച്ചിരിക്കുന്നു എന്ന് ശ്രദ്ധിച്ചാൽ, എത്രമാത്രം നിയമങ്ങൾ കൊണ്ടുവന്നാലും സാധാരണ മനുഷ്യർ ആകട്ടെ, അല്ലെങ്കിൽ ധനവാന്മാരാകട്ടെ, അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ, കുടുംബങ്ങൾ നശിക്കുന്നതിൻ്റെ കാരണമായിരിക്കുന്ന, ശരീരം രോഗം കൊണ്ട് നിറയുന്നതിന് കാരണമായിരിക്കുന്ന, കടബാധ്യതകളിൽ ഒരു കുടുംബം ആകപ്പെടുവാൻ കാരണമായിരിക്കുന്ന മദ്യവർജനം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ ആശയാണത്. മനുഷ്യന് ഭക്ഷണമില്ലെങ്കിലും ജീവിക്കാമെന്നാൽ മദ്യമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട്. ഇന്ന് മദ്യപാനം മനുഷ്യന്റെ ഹൃദയത്തെ മത്താക്കിയിട്ട്, മനസ്സാക്ഷിയെ മരവിപ്പിച്ചിട്ട് തങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ വെറിക്കൂത്തെന്ന് പറയുമ്പോൾ ആട്ടവും പാട്ടും, അതുപോലെ അടിയും ബഹളവും. ആര് സിനിമ പിടിച്ചാലും, ഏത് സിനിമ നാം ഈ കാലത്ത് നോക്കിയാലും അതിൽ കാണുവാനും കേൾക്കാനും കഴിയുന്നത്
ഇതുതന്നെയാണ് തലമുറയായിട്ട് മനുഷ്യർ കാമത്തിനും ക്രോധത്തിനും വികാരത്തിനുമെല്ലാം മനസ്സ് കൊടുത്തിട്ട് അതിൽ ആകർഷണീയനായി പോവുകയാണ്. മണിക്കൂറുകൾ അതിനുവേണ്ടി അവർ വൃഥാവാക്കുന്നു. കെട്ടുകഥയാണ് ഇവയെല്ലാം. അതെല്ലാം വെറും സങ്കല്പങ്ങളാണ്. സാങ്കല്പികമായ കഥാപാത്രങ്ങളുള്ള എത്രയോ സീരിയലുകൾ ഇന്നുണ്ട്. എത്രയോ ആളുകൾ ഈ സീരിയലുകൾക്ക് അടിമകളായി മാറാറുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഇത് മനുഷ്യന്റെ ഇഷ്ടങ്ങളാണ്. ഒരുപാട് ആളുകൾ അത് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം വളർച്ച ഉണ്ടാകുന്നത്. അത്രമാത്രം അത് ചെയ്യുവാൻ അവർക്ക് കഴിയുന്നത്. അതുകൊണ്ട് നീ ഇന്ന് ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നീ മനുഷ്യന്റെ ആശകളിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതാണ്. വിഗ്രഹാരാധനയൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുന്നതിന്, അതുപോലെ അന്യജാതിക്കാരെ പോലെ പ്രവർത്തിക്കുന്നതിന് കാലം പോക്കിയത് ഇനിയും മതി മകനെ എന്നാണ് പറയുന്നത്. ഈ മദ്യപാനമൊക്കെ മതിയാക്കൂ മകനെ. ഈ വെറിക്കൂത്തുകൾ മതിയാക്കൂ പ്രിയ പിതാവേ. ഈ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നത് എൻ്റെ ജീവിതത്തിൽ മതി എന്നുള്ളതായ ഒരു തീരുമാനം നീ ഇന്ന് എടുക്കേണ്ടതാണ്. എപ്പോഴാണോ ഒരു വ്യക്തി തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നത്, ആദ്യം അവനത് ചൊവ്വായി തോന്നാം, എന്നാൽ അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രേ. നിന്റെ നോട്ടത്തിൽ നിനക്കത് നല്ലതായി തോന്നുന്നു, നീ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്ന് തോന്നുന്നു, എന്നാൽ അതിൻ്റെ അവസാനം വളരെ ഭയാനകമായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിന്റെ വിചാരങ്ങൾ ഒരു വീട് വയ്ക്കണമത്രേ ഉള്ളൂ. അതുപോലെ നിന്റെ വിചാരങ്ങൾ വിദേശത്ത് പോയി ജോലി സമ്പാദിക്കണം. നിന്റെ വിചാരങ്ങൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നിനക്ക് വിവാഹം കഴിക്കണം. നിന്റെ വിചാരങ്ങൾ ഈ ലോകത്തിൽ കുറെ വസ്തുവകകൾ സമ്പാദിച്ചു കൂട്ടണം. എന്നാൽ ദൈവത്തിന്റെ വിചാരങ്ങൾ ആകാശത്തിൽ നിന്ന് ഭൂമി എത്രമാത്രം ഉയർന്നിരിക്കുന്നു, അത്ര ഉയർന്ന ചിന്തകളാണ്. ലോത്ത് തന്റെ ഇഷ്ടപ്രകാരം സോദോം ഗൊമോറ തിരഞ്ഞെടുക്കാനിടയായി. എന്നാൽ അബ്രഹാം എന്താണ് ചെയ്തത്? അതിൽ നമുക്ക് ബൈബിൾ വായിക്കേണ്ടതുണ്ട്. ബൈബിൾ നാം ആവർത്തിച്ച് വായിക്കണം. ബൈബിൾ ക്രമമായി വായിക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശീലിക്കുക. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഈ ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരുമെന്ന് പറയുന്നു. ദൈവം കൊടുക്കുന്നത് എങ്ങനെയുള്ളതാണ്? ഇവൻ ആഗ്രഹിച്ചത് എങ്ങനെയുള്ളതാണ്? ലോത്ത് ആഗ്രഹിച്ചത് ഒരു സ്ഥലമായിരുന്നു. അവന്റെ ഇഷ്ടപ്രകാരം അവൻ ആഗ്രഹിച്ചിട്ട് അതിന്റെ പിറകെ പോകാനിടയായി. എന്നാൽ അബ്രഹാം ആഗ്രഹിച്ചില്ല. അബ്രഹാം അങ്ങനെ തന്നെ നിന്നു. നീ എന്തു നൽകിയാലും ഞാനത് സ്വീകരിക്കാം. എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിന്റെ അടുക്കൽ ചെന്ന്, ദൈവമേ നീ എനിക്ക് അത് നൽകൂ ഇത് നൽകൂ എന്ന് പറയാതെ നീ എന്തു നൽകിയാലും ഞാൻ സ്വീകരിക്കാമെന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? നാം ചോദിക്കുന്നത് ഒരുപക്ഷെ ചെറിയ കാര്യങ്ങളായിരിക്കാം, എന്നാൽ അവൻ നൽകുന്നത് വൻ കാര്യങ്ങൾ ആയിരിക്കാം. അബ്രഹാമിനെ നോക്കി ദൈവം പറയുകയാണ്, നീ തല പൊക്കിയിട്ട് ആ മൂലയിലേക്ക് നോക്കൂ, അവിടെയുള്ള മുറി ഞാൻ നിനക്ക് നൽകാമെന്നാണോ പറഞ്ഞത്? ഈ മൂലയ്ക്കുള്ള ബിൽഡിംഗ് തരാമെന്നാണോ പറഞ്ഞത്? ആ ഫ്ളാറ്റിലെ 3-ാം നിലയിലെ മുറി തരാമെന്നാണോ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? നിന്റെ കണ്ണുയർത്തിയിട്ട് നീ ആയിരിക്കുന്ന സ്ഥലത്തു നിന്നും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കൂ. എവിടെ നോക്കാനാണ് പറഞ്ഞത്? എങ്ങോട്ട് നോക്കാനാണ് പറഞ്ഞത്? NEWS എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആൻഡ് സൗത്ത്. ദൈവം നിനക്ക് എന്ത് നൽകാമെന്നാണ് പറഞ്ഞത്? എന്താണ് നൽകാമെന്ന് പറഞ്ഞത്? ഇങ്ങോട്ട് നോക്കൂ, അത് നിന്റേതാണ്. അവിടേക്ക് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. കണ്ണുയർത്തി നീ കാണുന്നതൊക്കെയും നമുക്ക് വായിക്കാം. നോക്കുക, നീ കാണുന്ന ഭൂമി ഒക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും, ശ്രദ്ധിക്കുക, നിന്റെ സന്തതിക്കും 3 വർഷത്തിന് നൽകാമെന്നാണോ പറഞ്ഞത്? ലീസിന് നൽകാമെന്നാണോ പറഞ്ഞത്? 9 വർഷത്തിന്റെ ലീസിന് നൽകാമെന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിനക്ക് ശാശ്വതമായിട്ട്. ദൈവം തന്നാൽ അത് എന്നേക്കുമുള്ള അനുഗ്രഹമാണ്. അവൻ അനുഗ്രഹിച്ചാൽ അത് എന്നേക്കുമുള്ളതായ അനുഗ്രഹമാണ്. അവൻ നമുക്ക് നൽകുന്നത് ടെമ്പററി ആയിട്ടുള്ളതല്ല, അവൻ നമുക്ക് നൽകുന്നത് ശാശ്വതമായിട്ടുള്ളതാണ്. യുഗങ്ങളായി തലമുറയായിട്ട് അവനോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം അവൻ നമുക്ക് നൽകും. നീ ഇഷ്ടപ്പെടുമ്പോൾ അല്പം മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്, എന്നാൽ ദൈവം ധാരാളമായി നിനക്ക് നൽകും. നിന്നെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി പറയൂ. നീ പോകാൻ പറയുന്നിടത്തേക്ക് ഞാൻ പോകാം, നീ താമസിക്കാൻ പറയുന്നിടത്ത് ഞാൻ താമസിക്കാം, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാം, നിന്റെ ഹിതപ്രകാരം ഞാൻ ജീവിക്കാമെന്ന് നീ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ
നീ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. അതുപോലെ നീ അനേകർക്ക് അനുഗ്രഹമായി തീരും. നിന്നെ ഞാൻ അനുഗ്രഹിക്കാം, അനേകർക്ക് അനുഗ്രഹമായി നിന്നെ മാറ്റാം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ശപിക്കുമെന്നും അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം കൊടുത്തു. ഈ പുതിയ വർഷത്തിൽ സ്വാർത്ഥമായ സ്വഭാവത്തോടുകൂടി ആയിരിക്കരുത്. നിന്റെ ഹൃദയപ്രകാരമുള്ള ഇഷ്ടങ്ങൾ ആഗ്രഹിക്കരുത്. ദൈവത്തിൻ്റെ വിചാരങ്ങൾ, ദാവീദ് പറയുകയാണ്, നിന്റെ വിചാരങ്ങൾ പ്രസ്താവിക്കാൻ കഴിയാത്തവണ്ണം, എണ്ണിക്കൂടുവാൻ കഴിയാത്തവണ്ണം അധികമാകുന്നുവെന്ന്. സാധാരണ വളരെ താമസിച്ച ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് വളരെ ആഗ്രഹത്തോടെ ഭാര്യാഭർത്താക്കന്മാർ അവർക്ക് 7-8 മാസം ആയിരിക്കുമ്പോൾ തന്നെ ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി ഷോപ്പിംഗ് ചെയ്യുമെന്ന്. ജനിച്ച കുട്ടിക്ക് വേണ്ടിയല്ല, ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി ടോയ്സ്, ഊഞ്ഞാല്, വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, അതുപോലെ അവർക്ക് വേണ്ടതായ ചെറിയ ബെഡ് എല്ലാം അവർ തയ്യാറാക്കി വയ്ക്കും. അതുപോലെ ആ കുഞ്ഞിൻ്റെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ അവർ ഒരുക്കി വയ്ക്കും. അതുപോലെ കുഞ്ഞിൻ്റെ പേരിൽ വാങ്ങാൻ വസ്തുക്കൾ അവർ കണ്ടുവയ്ക്കും. എത്രയോ വിചാരങ്ങൾ ഒരു കുഞ്ഞിൻ്റെ പേരിൽ ഒരു പിതാവ് എടുത്തെന്ന് വെച്ചാലും അതെല്ലാം എവിടെ വരേക്ക് ആയിരിക്കും? പറയൂ, എവിടെ വരേക്കായിരിക്കും? ഒരു സാധാരണ പിതാവ് തൻ്റെ കുഞ്ഞിന് വേണ്ടി അത്രമാത്രം ആലോചിക്കുന്നുണ്ട് എങ്കിൽ, നിന്നെ സൃഷ്ടിച്ചതായ ദൈവം, നീ മാതാവിൻ്റെ ഉദരത്തിലാകുന്നതിന് മുൻപേ നിന്നെ കണ്ടതായ ദൈവം നിന്നെക്കുറിച്ച് എന്തെല്ലാം ആലോചനകൾ ചെയ്തിരിക്കും? ദാവീദ് അത് കണ്ടുപിടിച്ചു. എന്നെക്കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ എണ്ണിക്കൂടുവാൻ കഴിയാത്തവണ്ണം അധികമായിരിക്കുന്നു. ഇവനൊരു രാജാവായി തീരണം, താൻ ആഗ്രഹിക്കുന്നത് പോലെ ഇവൻ ആയിരിക്കണം, തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്ന് വിചാരിച്ച് ദാവീദിനെക്കുറിച്ച് അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഈ ലോകത്തിലേക്ക് ദാവീദിനെ ദൈവം അയക്കുവാൻ ഇടയായത്. അതുപോലെയാണ് എൻ്റെ വിഷയങ്ങൾ, അതുപോലെയാണ് നമ്മുടെ മക്കളുടെ വിഷയങ്ങൾ. ദൈവത്തിന് വിചാരങ്ങളുണ്ട്. ദേശത്തിന് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ മക്കളെയാണ്. അന്ന് ദൈവം പറയുകയുണ്ടായി, ദൈവം ആഗ്രഹിച്ച യോസെഫിനെ പ്രധാനമന്ത്രിയാക്കി മാറ്റി, ദാനിയേലിനെ അധികാരം കൊടുത്ത മുഖ്യമന്ത്രിയാക്കി മാറ്റി. അന്ന് നെഹമ്യാവിനെ ഒരു സാധാരണ ഉദ്യോഗസ്ഥനായിരിക്കുന്ന സമയത്ത് തന്റെ സാക്ഷിയായി രാജമന്ദിരത്തിൽ അയച്ചു. ഈ കാലത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഓരോ സ്ഥലങ്ങളിലും ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് അവന്റെ പേർക്ക് നീ ഒരു സാക്ഷിയായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മോവാബ്യർ എന്ന ജാതികളുടെ അടുക്കലേക്ക് മറ്റ് ജാതിക്കാരെ അവർ അനുവദിക്കുകയില്ല. അവർ അടിമകളായിരിക്കുകയാണ്. അടിമകളായിരിക്കുന്ന അവരുടെ അടുത്തേക്ക് ചെന്ന് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കാൻ ആരെയും അങ്ങോട്ട് കയറ്റുന്നില്ല അവർ. അതുകൊണ്ട് ചില സുവിശേഷ പ്രവർത്തകർ എന്ത് ചെയ്തെന്നറിയാമോ? അവരെ തന്നെ അടിമകളാക്കി വിൽക്കപ്പെട്ടിട്ട് അവരും അടിമകളായി മാറിയിട്ട് അടിമകളായിട്ട് അടിമകളുടെ മധ്യയിൽ സേവ ചെയ്തിട്ട് അവരെ രക്ഷയിലേക്ക് നടത്താനിടയായി. ഈ കാലത്ത് ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ പദ്ധതി എന്നെക്കുറിച്ച്, നിന്നെക്കുറിച്ച് ദൈവത്തിനുണ്ട്. ഒരു സഭയായി, ഒരു കുടുംബമായി, ഒരു വ്യക്തിയായിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഭൂമിയിൽ നിന്ന് ആകാശം എത്ര ഉയർന്നിരിക്കുന്നു, അത്രമാത്രം ഉന്നതമായിരിക്കുന്നവയാണ്. അതുകൊണ്ട് നമുക്ക് വായിക്കാം 1 പത്രോസ് 4:1-2 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 2-ാം വാക്യം വായിക്കാം. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവർ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്നിടത്തോളം കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക, ജഡത്തിൽ കഷ്ടമനുഭവിച്ചവർ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ജീവിക്കേണ്ടത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ സാരാംശം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, യേശുക്രിസ്തു കാണിച്ചു തന്നത്, എൻ്റെ ഇഷ്ടം അല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ ദൈവമേ. നിനക്കിഷ്ടമായിരിക്കുന്നത് എന്താണ്? നീ TV കാണുന്നത് മതിയാക്കുക, നിന്റെ സെൽഫോൺ നീ എടുത്ത് കളയുക. നീ എന്തു വേണമെങ്കിലും പറഞ്ഞോ ദൈവമേ, എന്നാൽ ഇത് മാത്രമില്ലെങ്കിൽ എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് പോലെ മനുഷ്യർ ലൗകിക വിഷയങ്ങളിൽ അടിമകളായി മാറുന്നു. എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം മതി എന്ന് പറയുന്നത് എളുപ്പമാണ്. എന്നാൽ യഥാർത്ഥമായും നീ ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് ഉപേക്ഷിക്കുമ്പോഴാണ് നീ ഭാഗ്യവാനാകുന്നത്. യെഹെസ്കേലിനോട് പറഞ്ഞു, യെഹെസ്കേലേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യ മരിച്ചുപോയാ നീ കരയാൻ പാടില്ല. എന്താണ്, ഭാര്യ മരിച്ചാൽ കരയാൻ പാടില്ലെന്നോ? ആഹാ, എന്താണ് കർത്താവേ, നിന്റെ സേവ ചെയ്യുമ്പോൾ അതാണ്. എൻ്റെ സങ്കടം നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ സങ്കടപ്പെടണം. എൻ്റെ വിഷമം നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ, എൻ്റെ ദുഃഖം നിനക്ക് അറിയണമെങ്കിൽ, ഹോശയെ, നീ ചെന്നിട്ട് ഒരു വേശ്യയെ കല്യാണം കഴിക്കൂ. അവൾ നിന്നെ വിട്ടിട്ട് പോകും.
അവളോട് പിറകെ ചെന്ന് അപേക്ഷിക്കുക. എന്താണ് കർത്താവേ അങ്ങ് പറയുന്നത്? അതെ, എൻ്റെ സ്നേഹം നിനക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, എൻ്റെ സഹനം നിനക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നീ ഇത് ചെയ്യുക. അപ്പോൾ ആ സങ്കടത്തോടുകൂടി, ആ അനുഭവത്തോടുകൂടി എൻ്റെ സ്നേഹത്തെ ജനത്തിനോട് വിളിച്ചു പറയൂ. എൻ്റെ സ്നേഹത്തെ ജനത്തിന് പ്രകടിപ്പിക്കൂ. വെറുതെ പ്രസംഗങ്ങൾ ചെയ്യുന്ന അനേകം ആളുകളെ കാണാം. ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ് ആ പ്രസംഗങ്ങൾ. ഹൃദയത്തിൽ നിന്ന് അല്ല, അകത്തിൽ നിന്ന് അല്ല. അത് അവരുടെ മനസ്സിൽ നിന്ന് വരുന്നത് അല്ല. അത് പരിജ്ഞാനത്തിൽ നിന്ന് അല്ല. അതുകൊണ്ടാണ് എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ പിന്നെ പറയും എനിക്ക് പോലും അറിയില്ല എന്താണ് പറഞ്ഞതെന്ന്. അതാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ വചനം ഹൃദയത്തിൽ നിന്ന് വരണം. ഹൃദയത്തിൽ നിന്ന് വന്നെങ്കിലേ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ കഴിയൂ. പ്രസംഗങ്ങൾ ചെയ്യുന്ന അനേക വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഹൃദയത്തെ പിടിച്ചു കുലുക്കുവാൻ കഴിയുന്നതായ വ്യക്തികൾ, അനുഭവത്തിലൂടെ പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിറവേറണം. നീ എന്തു തന്നെ പറഞ്ഞാലും, എനിക്കത് എത്ര ഇഷ്ടമായാലും അത് ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാണ്, നിനക്ക് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ഒരുക്കമാണ് എന്ന് നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നീ ഒരിക്കലും തള്ളപ്പെട്ടു പോകില്ല. നീ ലോകത്തിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൂട്ടുന്ന എല്ലാറ്റിനേക്കാൾ 100 ഇരട്ടി പ്രതിഫലം ദൈവം നിനക്ക് ഇതിലൂടെ നൽകും. ഈ ദിവസം മുതൽ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാണ്. യേശുക്രിസ്തുവിന് എന്താണ് ഇഷ്ടം? പാപം അവന് ഇഷ്ടമല്ല. അവൻ പാപത്തെ വെറുക്കുന്നവനാണ്, അനീതിയെ വെറുക്കുന്നവനാണ്, ദുഷ്ടതയെ വെറുക്കുന്നവനാണ്. സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്ന് വിശുദ്ധമായ സ്ഥലത്ത് വസിച്ചിരുന്ന അവന് ഭൂമിയിലേക്ക് വരുക എന്നത് ഇഷ്ടമുണ്ടായിരുന്ന കാര്യമല്ല. ആർക്കെങ്കിലും നിന്ന വഹിക്കണമെന്നുണ്ടെങ്കിൽ, മുഖത്ത് തുപ്പൽ ഏൽക്കണമെന്നുണ്ടെങ്കിൽ, അപമാനിക്കപ്പെടുന്നത്, അടി വഹിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്, ഒറ്റപ്പെടുത്തുന്നത് എല്ലാം ഇഷ്ടമായിരിക്കുന്ന കാര്യമെന്നാണോ? ആരും ഇഷ്ടപ്പെടില്ല. എന്നാൽ യേശു കർത്താവ്, നിനക്ക് വേണ്ടി ഞാൻ അപമാനം വഹിക്കാം മോനെ, പിതാവേ ഞാൻ നിന്റെ ഇഷ്ടം നിറവേറ്റാം. ഈ മനുഷ്യ ജാതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ പാപത്തെ, അവരുടെ അപമാനത്തെ, അവരുടെ നിന്ദകളെ, അവരുടെ ശാപത്തെ, ഈ പാത്രത്തിലിരിക്കുന്ന ഈ വിഷത്തെ, ഈ കയ്പിനെ, ഈ കഷ്ടതയെ ഞാൻ വഹിക്കാം. നിന്റെ ഹിതമാണെങ്കിൽ നിന്റെ ഇഷ്ടം ഞാൻ നിറവേറ്റാമെന്ന് കർത്താവ് പറയുകയുണ്ടായി. സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നതെന്ന് അവൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അവൻ ലോകത്തിലേക്ക് വന്നത്? നീ ലോകത്തിലേക്ക് എന്തിനാണ് വന്നത്? എന്തിനാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത്? ഇപ്പോൾ നിനക്കൊരു പുതിയ വർഷം തന്നിരിക്കുന്നു. നീ എന്താഗ്രഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്? പൗലോസ് പറയുന്നു, ഞാൻ എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത്? അതിനുവേണ്ടിയാണ് ഞാൻ ഓടുന്നത് എന്ന്. നീ എന്തിനാണ് ജനിച്ചത്? എന്റെ അടുക്കൽ വന്നിട്ട് ഇന്ന് ജന്മദിനമാണെന്ന് പറയുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ ഇങ്ങനെ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇന്നെന്റെ ജന്മദിനമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. എന്തിനു വേണ്ടിയാണ് ജനിച്ചത്? അല്ല. എത്ര വയസ്സായിരിക്കുന്നു? 30 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് നീ 30 വയസ്സ് വരെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിന് ജനിച്ചുവെന്നറിയാതെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനാണ് ജനിച്ചത്? ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്, ദൈവത്തിനൊരു ആലോചനയുണ്ട്, ദൈവത്തിനൊരു ഹിതമുണ്ട്. നാം ചെയ്യേണ്ടത് ഇതാണ്: മനുഷ്യന്റെ മോഹങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കണം. എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാണ് നിറവേറണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ കർത്താവിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് മതി. കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ നയിച്ച ജീവിതം ഞങ്ങൾക്ക് മതി. ആ കണ്ണുനീരും, ആ ദുഃഖവും, ആ സ്വാർത്ഥതയും, ദേഷ്യവും, ആ അനീതിയും, ആ അശുദ്ധിയും, അന്യായമായി ഞങ്ങൾ ജീവിച്ചതെല്ലാം ഞങ്ങൾക്കിപ്പോൾ മതി കർത്താവേ. ആ ചിന്തകൾ, ആ ദുശീലങ്ങൾ, ആ പ്രവർത്തനങ്ങൾ എല്ലാം ഞങ്ങൾക്ക് മതി കർത്താവേ. ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണം. വിശുദ്ധിയോടെ ജീവിക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണം. ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന അനേക കാര്യങ്ങൾ കർത്താവിനു വേണ്ടി ഉപേക്ഷിച്ചിട്ട് യേശുവിലേക്ക് തിരിയുവാനുള്ള ഒരു കൃപ ഈ പുതിയ വർഷത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ. എന്നെ കേൾക്കുന്നതായ എല്ലാ വിശ്വാസികളും തങ്ങളുടെ ഇഷ്ടങ്ങളെ, തങ്ങളുടെ ആലോചനകളെ നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ട് നിന്റെ ഹിതം അന്വേഷിച്ചുകൊണ്ട് യേശുവിൻ്റെ സാക്ഷികളായി ഇനിയുള്ള കാലം ജീവിക്കുന്നതിന് വേണ്ടി അവർ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. നിന്റെ നീതിയെ അന്വേഷിക്കുന്നതിനായി, നിന്റെ ഹിതപ്രകാരം ഞങ്ങൾക്കെല്ലാവർക്കും ജീവിക്കുവാൻ ഞങ്ങളെല്ലാം സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ
ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ